പശ്ചിമേഷ്യൻ സംഘർഷം നിർണായക വഴിത്തിരിവിലേക്കെന്ന സൂചന. ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന പ്രതികരണവുമായി അമേരിക്ക. പരസ്യ പ്രസ്താവനകളും പരസ്പര വിരുദ്ധ നിലപാടുകളും ധാരണയെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട്. ഇന്നലെ നടന്ന ടെലിഫോൺ ചർച്ചകളിൽ സൗദി, ഖത്തർ, UAE, ജോർദാൻ, തുർക്കി എന്നീ രാജ്യങ്ങൾ പങ്കെടുത്തു. അതിനിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണകൾ ഇസ്രയേലിന് ബാധകമെന്ന് വ്യക്തമാക്കി ഇറാനും രംഗത്ത് വന്നു. ലോകം അക്ഷമയോടെ കാത്തിരിക്കുന്ന പശ്ചിമേഷ്യൻ സമാധാന കരാറിന്റെ പ്രഖ്യാപനം ഉടനുണ്ടായേക്കുമെന്ന് സൂചന. ഇറാനുമായി 3 മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളിൽ വലിയ പുരോഗതിയുണ്ടായതായി ഇരു രാജ്യങ്ങളും സമ്മതിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ സമാധാനത്തിനും ഒപ്പം ശക്തമായ സൈനിക നടപടിക്കുമുള്ള സാധ്യതകൾ ഒരുപോലെ നിലനിൽക്കുന്നുണ്ടെന്നും ട്രംപിന്റെ പുതിയ പ്രസ്താവനകളിൽ സൂചിപ്പിക്കുന്നു. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുൾപ്പെടെ കാര്യങ്ങളിൽ വൈകാതെ പ്രഖ്യാപനമുണ്ടാകുമെന്ന് ട്രംപ് പറയുമ്പോഴും ഹോർമുസിന്റെ കാര്യത്തിൽ അന്തിമ ധാരണയില്ലെന്നാണ് ഇറാനിയൻ വാർത്താ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടായതായി ട്രംപ് വെളിപ്പെടുത്തിയത്. നിലവിലെ ചർച്ചകൾ ഒരു അന്തിമ സമാധാന കരാറിലേക്ക് വളരെ വേഗത്തിൽ അടുക്കുകയാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഈ കരാറിലൂടെ ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം സുരക്ഷിതമായ രീതിയിൽ കൈകാര്യം ചെയ്യാനും ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് പൂർണ്ണമായും തടയാനും സാധിക്കും. നിർണായകമെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾക്കിടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാൽ മാത്രമേ കരാറിൽ ഒപ്പുവെക്കൂ എന്ന കർശന നിലപാടിലാണ് അമേരിക്ക. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ഈ ചർച്ചകളിൽ അനുകൂലമായ പുരോഗതിയുണ്ടെന്ന് അമേരിക്കയും ഇറാനും ഒരുപോലെ സമ്മതിക്കുന്നുമുണ്ട്. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണകൾ ഇസ്രായേലിനും ബാധകമെന്ന് വ്യക്തമാക്കി ഇറാനും രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.